ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്. മുട്ടുകുത്തിയോ എഴുന്നേറ്റ് നിന്നോ ദിവ്യകാരുണ്യം നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ആരാധന 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 എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമുക്ക് നോക്കാം. വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് വേണ്ടി എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ആരാധനയുടെ സമയം, ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. നമുക്ക് അബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഈ ആരാധനയ്ക്ക് നമ്മെ നയിക്കേണ്ടതിന് ഒരു വചനഭാഗം നമുക്കെടുക്കാം. സങ്കീർത്തനം 51, അതിൻ്റെ ആദ്യത്തെ 7 വചനങ്ങൾ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. സങ്കീർത്തനം 51, 1 മുതലുള്ള തിരുവചന ഭാഗം. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിന് ഒത്ത് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അങ്ങേക്കെതിരായി, അങ്ങേക്ക് മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവത്തിന് മുമ്പിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ കഴുകി വൃത്തിയാക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടെ, മനസ്സോടെ, ശരീരത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. ദൈവസ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റും. ഏതാനും നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരിക്കുക. കർത്താവേ, ഞാനും പാപിയാണ്.
എനിക്ക് വിശുദ്ധീകരണം ആവശ്യമാണ്, അങ്ങനെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. സ്നേഹത്തോടെ ഈശോയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കർത്താവ് ഇക്കാര്യം നമുക്കായി ചെയ്യും. ആ ബോധ്യത്തോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി വലിയ സ്നേഹത്തോടെ നമ്മുടെ ജീവിതം വിശുദ്ധീകരണത്തിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുന്നു, നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക, ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുക, അകൃത്യങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക, നിങ്ങളുടെ ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളയുക, അകൃത്യങ്ങൾ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ശുദ്ധീകരിക്കുന്ന അഗ്നിയായ ദൈവം ഇക്കാര്യങ്ങൾ നമുക്കായി ചെയ്യും. നമ്മുടെ വിശുദ്ധീകരണത്തിനായിട്ട് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാകും. എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. നാം ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുവാൻ, കഴുകി വൃത്തിയാക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണിന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണിന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഹൃദയത്തുടിപ്പുകളോടെ എല്ലാവരും ദൈവത്തെ ആരാധിച്ച് പാടട്ടെ, ദൈവത്തിന് മഹത്വം നൽകി പ്രാർത്ഥിക്കട്ടെ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ.
എനിക്കൊന്നുമില്ല, സർവ്വതും നീ തന്ന ദാനമല്ലോ. യോഗ്യതയായി എനിക്കൊന്നുമില്ല, സർവ്വതും നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. അല്പസമയം നമുക്ക് ഏകസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ആരാധനയ്ക്ക് സ്തുതിക്ക് യോഗ്യനായ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. ആത്മീയ ആനന്ദം നമുക്ക് ലഭിക്കും എന്ന വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വലിയ നാമം, മഹനീയ നാമം ഉയർത്തി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ ക്ഷീണവും രോഗവും അസ്വസ്ഥതകളും ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകൾ അടച്ചോ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അതേക്കുറിച്ച് ദൈവം പറയുന്നത് നമ്മൾ കേൾക്കണം. അല്പസമയം നിശബ്ദതയിൽ ദൈവത്തെ ശ്രവിക്കുക. എനിക്കിന്നൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും ചെറിയ പ്രശ്നമാണെങ്കിലും അതിൻ്റെ കാരണം കർത്താവ് വെളിപ്പെടുത്തും. അത് കേൾക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും. ദൈവത്തെ ശ്രവിക്കുക. ഹൃദയവികാരങ്ങളും വിചാരങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മുടെ വിശുദ്ധീകരണം നമുക്ക് ആഗ്രഹിച്ച് നമ്മുടെ പ്രാർത്ഥന തുടരാം. ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം ആത്മാവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ളവർ. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അഗ്നിയാണ്. അഗ്നി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്ന അനുഭവം ഉണ്ടാകും. നമ്മുടെ പാപമാലിന്യങ്ങൾ നമ്മിൽ നിന്നും നീങ്ങിപ്പോകുന്ന അനുഭവം നമുക്കുണ്ടാകും. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം തരുന്ന സന്ദേശം ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. മലാക്കിയുടെ പുസ്തകം 3:2 പറഞ്ഞിരിക്കുന്നത്, ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഉലയിലെ അഗ്നി പോലെയാണ് ദൈവം, അലക്കുകാരൻ്റെ കയ്യിലെ കാരം പോലെയാണ് ദൈവം. നാം ദൈവത്തിൻ്റെ കരങ്ങളിലെത്തിയാൽ ദൈവം നമ്മെ വിശുദ്ധീകരിക്കും, കഴുകി വൃത്തിയാക്കും. അതാണ് അതിൻ്റെ സന്ദേശം. എസെക്കിയേൽ 36-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മേൽ
ശുദ്ധജലം തളിക്കും. നിങ്ങളെ ഞാൻ എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കും. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും. എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. നമ്മളെന്ന് ആഗ്രഹിച്ചാൽ ഈ ശുദ്ധീകരണം നമുക്ക് ലഭിക്കും. 1 തെസ്സലോനിക്ക 4-ാം അധ്യായത്തിൻ്റെ 3 മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. കർത്താവ് ഇഷ്ടപ്പെടുന്ന, കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശുദ്ധീകരണം. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം. ഏതെല്ലാം മേഖലയാണ് നമ്മൾ വിശുദ്ധീകരിക്കേണ്ടത് എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കും. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ തന്നെ ജീവിതത്തിലേക്ക് എത്തി നോക്കി നമ്മുടെ പാപമാലിന്യങ്ങൾ കണ്ടെത്താൻ പരിശ്രമിക്കാം. ജെറമിയ 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, അവിശ്വസ്തയായ ഇസ്രായേലെ തിരിച്ചു വരിക, തിരിച്ചു വരുന്നെങ്കിൽ ഞാൻ നിന്നോട് നിത്യമായി കോപിക്കില്ല, തിരിച്ചു വരുന്നെങ്കിൽ നിന്റെ ഐശ്വര്യം ഞാൻ പുനർസ്ഥാപിക്കും. ഇതിലൂടെയെല്ലാം കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ദൈവകൃപയിലേക്ക് തിരിച്ചു വരാൻ, വിശുദ്ധീകരണം പ്രാപിക്കാനാണ്. നമുക്ക് അനുദപിക്കാം. അനുതാപത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ വിശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. കർത്താവേ, ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളെ എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും അങ്ങ് കഴുകി വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ അഗ്നി ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനത്തിൻ്റെ ഭാഗമായി മാറാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. നിശബ്ദതയിൽ നമ്മുടെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഏതെല്ലാം മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ മേഖലകൾ സമർപ്പിക്കുക. ഒരുപക്ഷെ നമ്മെ അശുദ്ധിയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ സംസാര രീതികൾ, സഹോദരങ്ങളോടുള്ള നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, 1-ാം കൽപ്പനയുടെ ലംഘനം, 6-ാം കൽപ്പനയുടെ ലംഘനം, ഇതൊക്കെ നമ്മെ ഒരുപാട് അശുദ്ധിയിലേക്ക് നയിക്കുന്നുണ്ടാവാം. ആ മേഖലകളെല്ലാം ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരാം. വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, പാപങ്ങൾ പരിത്യജിച്ച് അവിടുത്തെ സ്നേഹത്തിൽ ജീവിത വിശുദ്ധിയിൽ ശേഷിച്ച ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രീതികരമാക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഏതെല്ലാം ബലഹീനതകളാണ് നമുക്കുള്ളത്, ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ഒരുപാട് വീണു പോകാറുള്ളത്, ആ മേഖലകളെ ഈശോയുടെ കരങ്ങളിൽ പ്രത്യേകം സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ക്ഷണിച്ചു വരുത്തുന്ന ചില കാര്യങ്ങളെങ്കിലും വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിച്ച് ആ മേഖലകളെ പ്രത്യേകം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 12:15 നമ്മൾ കാണുന്നുണ്ട്, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായി തീർന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. നമുക്ക് ആരോടെങ്കിലും
വെറുപ്പ്, വിദ്വേഷം, പക, വാശി, വൈരാഗ്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ അശുദ്ധരാണ്. ആ ഒരു മേഖല വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. എസെക്കിയേൽ 6-ാം അധ്യായം 11-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹാരാധന, അന്ധവിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധമമായ മ്ലേച്ഛതയാണ്. അത് നമ്മെ അശുദ്ധരാക്കാതിരിക്കുമോ? വിഗ്രഹാരാധന, അന്ധവിശ്വാസം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മ്ലേച്ഛതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. വ്യഭിചാരത്തെക്കുറിച്ച് 1 കൊരിന്തോസ് 6:18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. സുഭാഷിതങ്ങൾ 6:32 ഇതേ കാര്യം പറഞ്ഞിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുക. അത് നമ്മെ ഒരുപാട് അശുദ്ധിയിലേക്ക് തള്ളിവിടുന്ന കാര്യമായതുകൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. വ്യഭിചാരാസക്തിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വചനം വായിക്കുമ്പോൾ, ആസക്തിയോടെ ഒരാളെ നോക്കുന്നത് പോലും വ്യഭിചാരമായി മാറും. ആസക്തി, പാപാസക്തി, ജഡികാസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, അടിമകളാക്കുന്നുണ്ടെങ്കിൽ, ആ മേഖലയിൽ വിശുദ്ധീകരണം കിട്ടാൻ പ്രാർത്ഥിക്കാം. സുഭാഷിതങ്ങൾ 6:29-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, തെറ്റായ സ്പർശനം, ദർശനസുഖം, സ്പർശനസുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് അശുദ്ധിയിലേക്ക് നമ്മളെ തള്ളിവിടാറുള്ള കാര്യങ്ങളാണ്. അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 6:29. മറ്റൊന്ന് റോമാലേഖനം 1:28 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, അനുചിത പ്രവൃത്തികൾ, അധമവികാരം, അനുചിത പ്രവൃത്തികൾ, നമുക്ക് ഉചിതമല്ലാത്ത പ്രവൃത്തികൾ, നമ്മുടെ വിളിക്ക് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ നമ്മെ ഒരുപാട് പാപത്തിലേക്ക് തള്ളിവിടും എന്നുള്ളത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത് അസഭ്യഭാഷണം. ഇത് അശുദ്ധിയിലേക്ക് നമ്മളെ തള്ളിവിടും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 23:13 വചനം പറയുന്നുണ്ട്, അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കാറുണ്ടോ? അല്പസമയം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കേണ്ടവർക്ക് അങ്ങനെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക. 6-7 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ കണ്ടു. വിദ്വേഷം, വിഗ്രഹാരാധന, വ്യഭിചാരം, ആസക്തിയോടെയുള്ള നോട്ടം, തെറ്റായ സ്പർശനം, അനുചിത പ്രവൃത്തികൾ, അസഭ്യഭാഷണം. ഇവയിലേതൊക്കെയാണ് നമ്മെ അശുദ്ധിയിലേക്ക് തള്ളിവിട്ടത്? കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കുമെന്ന്. ഞങ്ങളുടെ മേലും ആ ശുദ്ധജലം തളിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയെ അയക്കണമേ. കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായി തീരട്ടെ, വിശുദ്ധീകരണത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പാപമാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടാൽ നമുക്ക് ഒരുപാട് സമാധാനം കിട്ടും, സ്വസ്ഥത കിട്ടും, ജീവിതഭാരം ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടാകും, വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ഏതെല്ലാം മേഖല സമർപ്പിച്ച് വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ആ മേഖലകളെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ നമ്മുടെ നോട്ടത്തിൽ, ചിന്തകളിൽ, സംസാരത്തിൽ ഒരുപാട് വീഴ്ചകൾ നമുക്ക് വരുന്നുണ്ട്. കർത്താവേ, ഈ മേഖലകളിൽ കുറ്റമറ്റവരാകാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് വിശുദ്ധീകരണം മാത്രമല്ല, ഈശോയ്ക്ക് ഒരുപാട് സൗഖ്യവും സമാധാനവും അഭിവൃദ്ധിയും ഒക്കെ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. അതെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ അവസ്ഥകൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കാരുണ്യവനായ കർത്താവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സമൂഹത്തെ സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത് കർത്താവെ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അങ്ങ് അറിയുന്നവനാണ് കർത്താവെ. അതെല്ലാം നിറവേറ്റി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ മക്കൾക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ, സമാധാനം നൽകണമേ. ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിച്ച് ഇവരെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കെട്ടുവാനും അഴിക്കുവാനും സുഖപ്പെടുത്തുവാനും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കുവാനും കർത്താവ് പൗരോഹിത്യത്തിൽ നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ നിയോഗങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മളിപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. പ്രാർത്ഥനാപൂർവ്വം അനുഗ്രഹം പ്രാപിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ.